ഹലോ, ചിക്കു ആണ്. ഇന്ന് ജർമ്മനിയിൽ എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. എൻ്റെ കോഴ്സ് വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൊഫസർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു എൻ്റെ ഒരു ജേർണി, എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്, എന്തൊക്കെ ചെയ്തു അവിടെ എന്നൊക്കെ ഉള്ള കാര്യം എൻ്റെ ജൂനിയേഴ്സിന് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുറച്ചൊരു ഡൗട്ടായിരുന്നു ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് അതിനെപ്പറ്റി പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പം എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പ്രൊഫസർ പറഞ്ഞു കുഴപ്പമില്ലാതെ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചെയ്യാമല്ലേ എന്ന് ഞാനും വിചാരിച്ചു. ഡ്രസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടാതെ തന്നെ 8 പേര് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രസൻറ്റേഷൻ ചെയ്യാൻ ഞാൻ മാത്രമേ ഒരു ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നായിരുന്നു. ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ചൈനയിൽ നിന്നുള്ള ഡുവാൻ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഞാനിവിടെ പുറകിലിരുന്ന് പ്രിപ്പയർ ചെയ്യാണ്. ഇനി അടുത്തതാണ് എൻ്റെ പ്രസൻറ്റേഷൻ. ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ചിലിയിൽ നിന്നുള്ള ഫ്രാൻസിസ്ക എന്ന് പറഞ്ഞ കുട്ടിയാണ്. So, before I get into the internship itself, a quick word about my in October 2024. So the program has given me both theoretical. I walk you through the two specific analysis. I want to take a moment to explain the actual processes behind them, because this is really the methodological core of my internship. System services categories, that is regulating, supporting, provisioning, and cultural services. So this mapping table became the central analytical tool for both the reports. More than most people actually realize. It also makes a much stronger case when applying for urban or climate adaptation funding. Towards the end of my internship, I had the opportunity to attend the Linnaeus Innovation Forum on June 9, 2026, representing BBNG. എൻ്റെ പ്രസൻറ്റേഷൻ ടോട്ടൽ 15 മിനിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. കാരണം അവർ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത ഒരു പ്രസൻറ്റേഷനാണ്. എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ക്യാൻഡ് ചിക്ക് പീസ് വാങ്ങിച്ചു വെച്ച കാര്യം ഓർക്കുന്നത്. അപ്പോൾ അത് വെച്ച് എന്തുണ്ടാക്കും എന്ന് ആലോചിക്കുകയാണ് ഞാനിപ്പോൾ. കിട്ടി. ദാ കണ്ടോളൂ, എൻ്റെ ഇൻസ്റ്റൻറ്റ് ചിക്ക് പീ കറി. സവാളയും വെളുത്തുള്ളിയും മുറിക്കാനുള്ള സമയമുണ്ടെങ്കിൽ ഇത് റെഡിയാവും. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. എന്നാലും റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഗേൾസ് ഓഫ് ചിക്കു. ബൈ.